ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം ഏതെല്ലാം കാര്യങ്ങളിലാണ് ഓരോ ദിവസങ്ങളിലും വ്യാപൃതരാകുന്നത്? വേണ്ട കാര്യങ്ങളിലും വേണ്ടാത്ത കാര്യങ്ങളിലും ഏർപ്പെടാറുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് അനേക എടാകൂടങ്ങൾ ഉണ്ടാക്കി തീർക്കുക സ്വാഭാവികമാണ്. മനസ്സേത് വഴിക്കാണോ നയിക്കുന്നത് ആ വഴിക്കാണ് ഏത് മനുഷ്യനും നയിക്കപ്പെടുന്നത്. മനസ്സ് നയിക്കുന്ന വഴിക്ക് നാം പോവുകയാണെങ്കിൽ നമ്മെ വിപത്തിലായിരിക്കും ആ മനസ്സ് കൊണ്ടുപോയി ചാടിക്കുന്നത്. അതിനാൽ മനസ്സ് നയിക്കുന്ന വഴിക്കല്ല നാം പോകേണ്ടത്, ബുദ്ധി നയിക്കുന്ന മനസ്സിൻ്റെ സഞ്ചാരത്തെയാണ് നാം അനുഗമിക്കേണ്ടത്. അതിനാൽ ഒരു കവി പറയുകയാണ്, വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടിടിൽ, താണ്ടാം ഈ സംസാരക്കടലേ വേഗം ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ. വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ, മനസ്സിൻ്റെ സ്വഭാവം വിഷയങ്ങളുടെ പിന്നാലെ ഓടലാണ്. അത് അന്യാശ്രയമാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ വേണ്ടുന്ന കാര്യത്തിൽ ഓടാൻ നാം ശ്രമിക്കണം. വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടിടിൽ, വേണ്ടാത്ത വഴിക്ക് പോകുന്ന ആ മനസ്സിനെ വേണ്ട വഴിക്കാണ് ഓടുന്നതെങ്കിൽ താണ്ടാം ഈ സംസാര കടലേ വേഗം. ഈ ദുഃഖമാകുന്ന, ഈ സംസാരമാകുന്ന ഈ കടലിൽ നിന്നും നമുക്ക് തരണം ചെയ്യാൻ ഒരു വിഷമവുമില്ല. താണ്ടാം, തരണം ചെയ്യാം. താണ്ടാം ഈ സംസാരക്കടലിൽ വേഗം. ഈ സംസാരമാകുന്ന ഈ കടലിൽ നിന്നും നമുക്ക് കരയ്ക്ക് കയറാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നതാണ്. അതിനെന്ത് വേണം? വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടിടിൽ. അങ്ങനെയാണെങ്കിൽ, വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് നാം ഓടുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫലം? ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ. ആനന്ദമാകുന്ന കടലിൻ്റെ മധ്യത്തിലെ നമുക്ക് മുങ്ങിക്കുളിച്ച് പരമാനന്ദികളായിട്ട് കഴിയാം. എല്ലാവരും ഇതല്ലേ ആഗ്രഹിക്കുന്നത്? ആനന്ദക്കടലിൻ്റെ മധ്യത്തിൽ മുങ്ങിക്കുളിച്ച് നീന്തി ആറാടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒന്നുണ്ട് എന്ന് അറിവില്ലായ്മ കൊണ്ട് താൻ കണ്ടതും കേട്ടതുമായ ലോകവസ്തുക്കളുടെ പിന്നാലെ, അതായത് അനിത്യമായ വസ്തുക്കളുടെ പിന്നാലെ ഓടി വിപത്തിൽ പോയി ചാടുന്ന രംഗമാണ് നമുക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. അതറിയൽ എപ്പോഴാ? വാർദ്ധക്യത്തിലേക്ക്. തനിക്ക് രക്ഷയും സുരക്ഷയും കിട്ടുമെന്ന് കരുതി താൻ ഏതൊക്കെ ഇവിടെ നേടിയോ, സമ്പത്തും കുടുംബവും സർവവും നേടി വെച്ചാലും അവയൊന്നും തന്നെ എള്ളോളം പോലും നമുക്ക് സഹായകമല്ല എന്ന് വാർദ്ധക്യത്തിൽ മനസ്സിലാവും. അപ്പോൾ മനസ്സിലായതുകൊണ്ട് എന്താ കാര്യം? നല്ല കാലത്തിലേക്ക് ഇത് മനസ്സിലായി നല്ല വഴിയിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പരമമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടിടിൽ, താണ്ടാം ഈ സംസാരക്കടലേ വേഗം ആണ്ടിടാം ആനന്ദക്കടലിൻ്റെ മധ്യേ.